أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 128-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: ഇബ്രാഹീമും ഇസ്മായിലും കൂടി ആ ഭവനത്തിൻ്റെ അടിത്തറ കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭവും അനുസ്മരിക്കുക. അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. കഴിഞ്ഞ ദർസിൽ ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗം നാം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തഫ്സീർ കബീറിനെ ആസ്പദമാക്കി ചർച്ച ചെയ്യുകയുണ്ടായി. അതായത് വഇസ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ എന്ന വാക്യത്തിൽ അതിലൂടെ കഅബയുടെ പൗരാണികതയും പിന്നീട് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുനർനിർമ്മിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുകയുണ്ടായി. തുടർന്ന് പറയുകയാണ് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന്. അതായത് ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ മഹത്തായ ഒരു ഗുണമാണ് ഈ വചനത്തിൽ നാം കാണുന്നത്. അവർ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അതീവ വിനയത്തോടെ പ്രാർത്ഥനയും തുടരുന്നു. സാധാരണ മനുഷ്യർ ചെറിയൊരു നന്മ ചെയ്താൽ പോലും അഹങ്കരിക്കുകയും തങ്ങൾ വലിയ ത്യാഗം ചെയ്തു എന്ന് അവകാശപ്പെടുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നോക്കുക. അദ്ദേഹം തൻ്റെ ഏക മകനെ അറുക്കാൻ തയ്യാറായി. ആ മകൻ വലുതായപ്പോൾ ഒരു വിജനമായ കാട്ടിൽ അവനെ ഉപേക്ഷിച്ചു. തുടർന്ന് ആ പവിത്ര ഗ്രഹത്തിൻ്റെ നിർമ്മാണത്തിലൂടെ തൻ്റെ മകനെ ആ മരുഭൂമിയിൽ ജീവിതകാലം മുഴുവൻ ബന്ധിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതിനെ നിത്യമരണം എന്ന് വിശേഷിപ്പിക്കാം. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചുപോയ ശേഷം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണമെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാമായിരുന്നു. എന്നാൽ ആ ആരാധനാലയത്തിൻ്റെ നിർമ്മാണത്തോടെ അദ്ദേഹം അവിടെ തളയ്ക്കപ്പെട്ടു. ആ ചുവരിലെ ഓരോ കല്ലും ഇസ്മായിൽ നബിയോട് ആംഗ്യ ഭാഷയിൽ പറയുന്നത് പോലെയായിരുന്നു: എനിക്കിനി ഈ ആയുസ് മുഴുവൻ ഈ കാട്ടിൽ ചെലവഴിക്കണമെന്ന്. ഇത്രയും വലിയ സമർപ്പണത്തിന് ശേഷവും അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് അപേക്ഷിക്കുന്നത് റബ്ബന തഖബ്ബൽ മിന്ന എന്നാണ്. അതായത് നാഥാ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ എന്ന്. അതായത് അള്ളാഹുവേ, ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കാൻ തീർത്തും എളിയതും നിസ്സാരവുമായ ഒരു ഉപഹാരമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ കൃപയാൽ ഞങ്ങളുടെ പോരായ്മകൾക്ക് നേരെ കണ്ണടച്ച് നീ ഇത് സ്വീകരിക്കണമേ. ഇവിടെ തഖബ്ബൽ എന്നുള്ളത് ബാബ് തഫഉൽ എന്ന വിഭാഗത്തിൽപ്പെട്ട വാക്കാണ്. ഇതിൽ തക്കല്ലുഫ്, അതായത് പ്രയാസപ്പെട്ടുള്ള സമർപ്പണം എന്ന അർത്ഥമുണ്ട്. ലോകത്ത് സമാനതകളില്ലാത്ത ത്യാഗമായിരുന്നു അത്. പിതാവ് മകനെയും മകൻ പിതാവിനെയും അവിടെ സമർപ്പിക്കുകയായിരുന്നു. ആ ചുവരിലെ ഓരോ കല്ല് വെക്കുമ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും ആ മരുഭൂമിയിൽ കുഴിച്ചു മൂടുകയായിരുന്നു. എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിച്ചത് ഈ കർമ്മം നിന്റെ മുൻപിൽ സമർപ്പിക്കാൻ യോഗ്യമായ ഒന്നല്ല എന്നാണ്. ഈയൊരു വിനയവും ഹൃദയാവസ്ഥയുമാണ് മനുഷ്യനെ ഉന്നതനാക്കുന്നത്. കല്ലുകൾ അടുക്കി വെക്കാൻ ആർക്കും സാധിക്കും. എന്നാൽ ഇബ്രാഹിം നബിയെപ്പോലെയുള്ള ആ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ആ കർമ്മത്തിന് ലഭിക്കൂ. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് പലരും റബ്ബന തഖബ്ബൽ മിന്ന എന്ന് പറയുന്നതിന് പകരം ഞങ്ങളെ ആരും വിലമതിക്കുന്നില്ല, ഞങ്ങളുടെ ത്യാഗങ്ങൾ ആരും കാണുന്നില്ല എന്ന് പരാതി പറയുന്നവരായി മാറുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ പലപ്പോഴും മറ്റുള്ളവരെ അനുകരിച്ചുള്ളതുമായിരിക്കും. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരെയും അനുകരിച്ചല്ല ഇത് ചെയ്തത്. അള്ളാഹുവിൻ്റെ കൽപ്പന വന്ന ഉടനെ അദ്ദേഹം അതിന് തയ്യാറാവുകയായിരുന്നു. ഇത്തരം മനുഷ്യരാണ് ലോകത്തിൻ്റെ തൂണുകൾ. അവരുടെ അനുഗ്രഹീത സാന്നിധ്യമാണ് വിപത്തുകളിൽ നിന്ന് മനുഷ്യർക്ക് സംരക്ഷണമേകുന്നത്.
അവർ വലിയ കാര്യങ്ങൾ ചെയ്യുകയും കൂടെ തന്നെ അല്ലാഹുവേ, എൻ്റെ ഈ ത്യാഗം നിന്റെ ഉന്നതമായ മഹിമയ്ക്കും പദവിക്കും മുന്നിൽ സമർപ്പിക്കാൻ മാത്രം യോഗ്യമായ ഒന്നല്ല. നിന്റെ സത്ത അതീവ ഉന്നതമാണ്. എങ്കിലും നീ ഞങ്ങളുടെ പോരായ്മകൾക്ക് നേരെ കണ്ണടച്ച് ഇത് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. പ്രാർത്ഥനയുടെ അവസാനം അള്ളാഹുവിനെ സമീൻ, അതായത് കേൾക്കുന്നവൻ, അലീം, അറിയുന്നവൻ എന്ന് വിളിച്ചതിനും കൃത്യമായ കാരണങ്ങളുണ്ട്. നാഥാ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നിനക്ക് മുന്നിൽ സമർപ്പിക്കാൻ ഇതിൽ കൂടുതൽ ഞങ്ങളുടെ പക്കൽ മറ്റൊന്നുമില്ലെന്ന് നീ അറിയുന്നവനുമാണ്. നിന്റെ സമീ എന്ന ഗുണം ഞങ്ങളോട് കരുണ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നു. നിന്റെ അലീം എന്ന ഗുണം ഞങ്ങളെപ്പോലുള്ളവർ ഇത്രയെങ്കിലും ചെയ്തത് നീ അറിയുന്നുണ്ടല്ലോ എന്ന ബോധ്യം നൽകുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഈ ആത്മീയ ബോധത്തോടെയാണ് ആരാധനാലയത്തിൻ്റെ അടിത്തറകൾ ഉയർത്തിയത്. അവർ പ്രാർത്ഥിച്ചു, നാഥാ, നിന്റെ ഏകദൈവത്വത്തോടുള്ള സ്നേഹത്താൽ ഞങ്ങൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നു. നീ ഇത് സ്വീകരിക്കുകയും നിന്റെ സ്മരണയുടെയും അനുഗ്രഹത്തിൻ്റെയും കേന്ദ്രമാക്കി ഇതിനെ മാറ്റുകയും ചെയ്യണമേ. നീ ഞങ്ങളുടെ സങ്കടകരമായ പ്രാർത്ഥനകൾ കേൾക്കുന്നവനും ഞങ്ങളുടെ അവസ്ഥകൾ അറിയുന്നവനുമാണ്. നീ ഈ ഭവനത്തെ നിന്റെ ദിക്റിനായി മാറ്റിവെക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അത് മാറ്റാൻ ആർക്കാണ് സാധിക്കുക? ഈ വചനത്തിൽ നിന്ന് മറ്റൊരു വലിയ പാഠം കൂടി ലഭിക്കുന്നുണ്ട്. ബൈത്തുള്ളയുടെ നിർമ്മാണത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഭാഗം, അതായത് കല്ലും ചളിയും മണ്ണും കൊണ്ട് കെട്ടിടമുണ്ടാക്കുക എന്നത്. അത് അല്ലാഹുവല്ല, മനുഷ്യനാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു മനുഷ്യനുണ്ടാക്കി എന്നതുകൊണ്ട് മാത്രം ഒരു കെട്ടിടം ബൈത്തുള്ള, അതായത് അള്ളാഹുവിൻ്റെ ഭവനമായി മാറില്ല. മനുഷ്യൻ ചട്ടക്കൂടുണ്ടാക്കുന്നു, അതിൽ ആത്മാവിനെ നിറയ്ക്കുന്നത് അള്ളാഹുവാണ്. പല വലിയ രാജാക്കന്മാരും പണിത പള്ളികൾ ഇന്ന് വിജനമായി കിടക്കുന്നു. കാരണം അള്ളാഹു അവ സ്വീകരിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ അള്ളാഹു ഒരു സ്ഥലം സ്വീകരിച്ച് അവിടെ വസിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ലോകം മുഴുവൻ നശിച്ചാലും ആ സ്ഥലം നശിക്കില്ല. ഗ്രാമങ്ങളും നഗരങ്ങളും നശിച്ചു പോയാലും അള്ളാഹു സാന്നിധ്യമറിയിച്ച ആ പുണ്യകേന്ദ്രം എന്നും നിലനിൽക്കും. ഈ ആയത്തിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.